മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കുട്ടനാട്ടിലെ നോട്ടിന് വോട്ട് വിവാദത്തിൽ ആരോപണ വിധേയനായ റെജി ചെറിയാനും തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകും. മാസങ്ങൾക്ക് മുൻപ് ക്യാൻസർ രോഗിക്ക് സഹായം നൽകുന്ന ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തെ ദൃശ്യങ്ങൾ എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു എന്നാണ് റെജി ചെറിയാന്റെ പരാതി. തെരഞ്ഞെടുപ്പ് കാലത്തല്ല പണം വാങ്ങിയത് എന്ന് ദൃശ്യങ്ങളിൽ കാണുന്ന വയോധികൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ വോട്ട് ചെയ്യുമ്പോൾ ആരോടും 5 രൂപ മാറ്റിട്ടില്ല, 1 രൂപ മാറ്റിട്ടില്ല. ചെറിയാൻ ഒരാൾ പൈസ തന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്. ഞാൻ ഒരു 1.5 വർഷം മുന്നേ ഞാൻ കിടന്നപ്പോൾ എനിക്ക് 1000 രൂപ ക്യാൻസർ രോഗിക്കായിട്ട് കൊണ്ട് പൈസ തന്നിട്ടുണ്ട്. ഞാൻ വീട് എടുത്തിട്ടില്ല. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ റോൾ ക്യാമറ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ കുട്ടനാട്ടിൽ പോയിരുന്നു. അപ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പോര്, ആ ഒരു ചൂട് നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. ഇപ്പോൾ എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കഴിഞ്ഞിട്ടും അത് അവസാനിക്കുന്നില്ല. നിതിൻ സേവ്യർ കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, ഇപ്പോൾ ഇരുഭാഗവും എന്താണ് പറയുന്നത്? ഈ ഒരു കുട്ടനാടൻ പോരിലെ ഏറ്റവും പുതിയ വിവാദമാണ് ഈ നോട്ടിന് വോട്ട്. കുട്ടനാട്ടിലെ വോട്ടിന് നോട്ട് ആരോപണത്തിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ, അത് പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്നാണ് UDF സ്ഥാനാർത്ഥി റെജി ചെറിയാൻ പറയുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 2-ാം തീയതി കാവാലത്ത് നടന്നൊരു പരിപാടിക്കിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു അർബുദ രോഗിക്ക് താൻ നൽകിയ പണമാണത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആരോ ചിത്രീകരിച്ച വീഡിയോയിൽ നിന്നും ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് CPM സ്ഥാനാർത്ഥിയും CPM ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് റെജി ചെറിയാൻ. തനിക്കെതിരെ ഇത്തരത്തിൽ രാഷ്ട്രീയ ആക്രമണം കഴിഞ്ഞ കുറേ നാളുകളായി CPM-ഉം LDF-ഉം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും പഴയ കാലത്തെ ചില ചിത്രങ്ങൾ അടർത്തിയെടുത്ത് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ച് തന്നെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് റെജി ചെറിയാൻ പറയുന്നത്. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തിയും തെരഞ്ഞെടുപ്പ് കാലത്തല്ല പണം സ്വീകരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വലിയ വിവാദം കുട്ടനാടിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. വോട്ട് ലഭിക്കാനായി UDF സ്ഥാനാർത്ഥി പണം നൽകിയെന്ന തരത്തിലായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. 4 മിനിറ്റും 32 സെക്കൻഡുമുള്ള ഒരു വീഡിയോയുടെ പൂർണ്ണ രൂപവും റെജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോയിലും ഈ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ, ആ വീഡിയോയ്ക്കകത്തും ഈ പ്രചരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മുൻപുണ്ടായിരുന്ന ദൃശ്യം, വളരെ കാലം മുൻപുണ്ടായ ഒരു ദൃശ്യമാണ്. ആ ദൃശ്യമാണ് ഇത്തരത്തിൽ അടർത്തിയെടുത്ത് വീണ്ടും തനിക്കെതിരെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതെന്നാണ് റെജി ചെറിയാൻ പറയുന്നത്. ഏതായാലും വലിയ പരസ്പരമുള്ള വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ നടക്കുകയാണ്. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകാൻ കൂടി റെജി ചെറിയാൻ ഒരുങ്ങുന്നത്. യെസ്, അപ്പോൾ അതാണ് കുട്ടനാട്ടിൽ നിലവിലെ MLA തോമസ് കെ തോമസും UDF സ്ഥാനാർത്ഥി റെജി സഖറിയും തമ്മിലുള്ള പോരാട്ടമാണിപ്പോൾ തുടരുന്നത്.